മുഖ്യമന്ത്രി ആപ്പീസ് വഴി ബിരിയാണി ചെമ്പിലും അതുപോലെ തന്നെ ഈന്തപ്പഴത്തിനകത്തൊക്കെ സ്വർണം വന്നു, അതിൻ്റെ കേസുകളും കുഴപ്പങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ശബരിമലയിലെ സ്വർണം എന്ന് പറയുന്നത് ആരും അറിയില്ലല്ലോ. കാര്യം കാനന ക്ഷേത്രമാണ്. ആകെ ഈ സീസൺ സമയത്ത് മാത്രമാണ് ആൾ വരിക, അല്ലാത്ത സമയത്ത് ആളുകളില്ല. എന്ത് തോന്നിയ ദിവസം നമ്മൾ കാണിക്കുക, അവിടെയുള്ള ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി എന്ത് തോന്നിയ ദിവസം കാണിക്കുക. ഇത് പത്മകുമാറിനൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വാസ്തവമാണ്. കാരണം ഇത് മേലെ അറിയാതെ, അതായത് CPM-ൻ്റെ ഉന്നത വൃത്തങ്ങൾ അറിയാതെ ഈ തട്ടിപ്പ് നടക്കില്ല. ഒരു തർക്കമുണ്ട്. മറ്റേതെങ്കിലും പാർട്ടിയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് പറയാം. പക്ഷേ CPM-ൽ ഒരിക്കലും അങ്ങനെയല്ല. ഒരു ചെറിയൊരു ക്രമക്കേട് നടന്നാൽ പോലും സ്വാഭാവികമായിട്ട് മേലെയുള്ള ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് തൃശ്ശൂരിലെ ബാങ്കിൻ്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ, കരുവന്നൂർ ബാങ്കിൽ ഇവരാദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, അവിടുത്തെ ഭരണസമിതിയുടെ പ്രശ്നമാണ് അതാണ്. അവസാനം വന്നു എവിടെ എത്തി, വളരെ മേളിലെത്തിയില്ലേ. അപ്പോൾ മേളിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ അല്ലെങ്കിൽ അവരുടെയും കൂടി താല്പര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഈ തട്ടിപ്പുകളെല്ലാം ഈ പറഞ്ഞ ആളുകൾ വാസുവും പത്മകുമാറും. നിലവിലെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ കൊള്ളക്കാരുടെ ഒരു ടീമാണ്. തീർച്ചയായിട്ടും കാട്ടുകള്ളന്മാരെന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ, ആ വാക്കതിന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരണം പെരുങ്കള്ളന്മാരും കാട്ടുകള്ളന്മാരുമാണ് ഈ ദേവസ്വം ബോർഡിനകത്ത് ഈ കഴിഞ്ഞ ഈ LDF-ൻ്റെ ടേം വന്നതിന് ശേഷം ഓരോ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ മറ്റൊരു വശം എന്ന് പറയുന്നത് ഈ 2 ടേമിലും, അതായത് പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും ടേമിലുണ്ടായിരുന്ന മെമ്പർമാരെ ഇതുവരെ അവരിതിന് വെളി വന്നിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.